ഇന്നലെ യു.എസ് ഇൻഡെക്സുകളെല്ലാം മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 1.25%, S&P 500 2.5%, നാസ്ഡാക്ക് 3%, മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ക്ലോസ് ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം രഘുറാം രാജനുമായിട്ട് ഫെഡ് ചെയർമാൻ ജെറോം പവൽ നടത്തിയ ചർച്ചകളിൽ യു.എസിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സൂചന വന്നിരുന്നു. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, അൺഎംപ്ലോയ്മെന്റ് സ്റ്റേബിൾ ആണ്, അതുപോലെ ഇൻഫ്ലേഷൻ നല്ല രീതിയിൽ കുറയുന്നുണ്ട്, ഫെഡിന്റെ ടാർഗറ്റിന് അനുസരിച്ച് അത് താഴേക്ക് വരുന്നുണ്ട്. മറ്റൊന്ന്, റേറ്റ് കട്ടിനെ സംബന്ധിച്ചുള്ള ആശങ്കകളാണ്. ട്രംപിന്റെ പോളിസി ഇത് തുടർന്നു പോവുകയാണെങ്കിൽ അത് അനുസരിച്ച് റേറ്റ് കട്ടിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ട്രംപിന്റെ തീരുമാനം ഇൻഫ്ലേഷൻ കൂട്ടാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ വീണ്ടും റേറ്റ് ഹൈക്ക് ചെയ്യേണ്ടി വരും എന്നതരത്തിലുള്ള ഒരു കമന്റ് ഉണ്ടായി. അതേ തുടർന്ന് എല്ലാ മാർക്കറ്റുകളും താഴേക്ക് വന്നാണ് ക്ലോസ് ചെയ്തത്. GNX നിഫ്റ്റി ഒരു അവസരത്തിൽ 250ഓളം പോയിന്റ് മൈനസിലായിരുന്നു. ഇന്ന് മോർണിംഗിൽ ഇപ്പോൾ 85ഓളം പോയിന്റ് മൈനസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നോർമൽ മൺസൂൺ ആവുന്നതും ഇൻഫ്ലേഷൻ കുറയുന്നതും ഒക്കെ പോസിറ്റീവാണ്. ചൈനീസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ വന്ന ഡേറ്റകളെല്ലാം പോസിറ്റീവാണ്. അവിടുത്തെ GDP ഡാറ്റ, റീറ്റെയിൽ സെയിൽസ് ഡാറ്റ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ എല്ലാം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതൊക്കെ ട്രംപിന്റെ താരിഫ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. താരിഫ് പ്രഖ്യാപിച്ചതിന് ശേഷം വരുന്ന ക്വാർട്ടറുകളിലാണ് ഇതിന്റെ ശരിക്കുള്ള എഫക്റ്റ് ഉണ്ടാവുന്നത്. അതുകൂടാതെ തന്നെ ഇന്നലെ ചില വെബ്സൈറ്റുകളിൽ ചൈനയുമായിട്ടുള്ള താരിഫ് 245% വർദ്ധിപ്പിച്ചതായിട്ട് കണ്ടു. അത് കൂടുതൽ മനസ്സിലാക്കുന്നത് ചില പ്രോഡക്റ്റുകൾക്ക് മാത്രമാണ് 245% വരുന്നത്. അതിന് കാരണം ഈ സംരക്ഷണ തീരുവ ഏതാണ്ട് 100%, അതുപോലെ ഫെന്റനൈൽ നികുതി 20%, നിലവിലുള്ള താരിഫ് 125% കൂടെ കൂടുമ്പോഴാണ് 245% വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പല വെബ്സൈറ്റുകളും 240% ഉയർത്തിയതായിട്ട് ഇന്നലെ വൈകുന്നേരം തൊട്ടുള്ള മെസ്സേജ് കണ്ടു. പക്ഷേ ശരിക്കും ഇങ്ങനെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനത് നിങ്ങളോട് പങ്കുവച്ചു എന്നുള്ളേ ഉള്ളൂ. യു.എസിലേക്കുള്ള കയറ്റുമതി ചൈനയുടെ കുറയുന്നുണ്ട്. 18% എന്നുള്ളപ്പോൾ 14% ആയിട്ടുണ്ട്. അത് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് ഈ കയറ്റുമതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ യു.എസുമായിട്ട് ചൈനയുടെ വ്യാപാര യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ ഏതാണ്ട് 10 സെക്ടറുകളിൽ 175ഓളം ഉൽപ്പന്നങ്ങൾക്ക് കയറ്റുമതി പ്രോത്സാഹനം നൽകുന്നതുകൊണ്ട് അത് ഇന്ത്യക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മറ്റൊന്ന്, യു.എസും ചൈനയും ഇറാനുമായിട്ടുള്ള ഓയിൽ ഇമ്പോർട്ടിന് ഏതാണ്ട് 2%ഓളം താരിഫ് വർദ്ധിച്ചിട്ടുണ്ട്. ഇത് ഓയിലിന്റെ പ്രൈസ് കൂടുതലുള്ള കാരണമാവാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മൾ എഫാന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പ്രോ ട്രേഡേഴ്സ് പോസിറ്റീവായിട്ടാണ് അവരുടെ പൊസിഷൻ നിൽക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിലേഴ്സും അവർ ഹെഡ്ജഡ് ആണ് പൊസിഷൻ, പക്ഷേ ഒരു നെഗറ്റീവ് ബയാസിലാണ് പൊസിഷൻ നിൽക്കുന്നത്. അപ്പോൾ സൂക്ഷിക്കുക. ഇന്ന് വീക്കിലി എക്സ്പയറിയാണ്, നാളെ നമുക്ക് മാർക്കറ്റ് അവധിയാണ്. ചൈനയോട് സംസാരിക്കാൻ തയ്യാറാണെന്നുള്ള ഒരു കമന്റ് ഇന്നലെ മാർക്കറ്റിനെ പോസിറ്റീവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ജപ്പാനുമായിട്ടുള്ള ഈ ട്രേഡ് വാർ സംബന്ധിച്ചുള്ള സംസാരം നടക്കുന്നുണ്ട് യു.എസും ജപ്പാനും തമ്മിൽ. അതുകൊണ്ട് ഇന്ന് ഏഷ്യൻ വിപണികളെല്ലാം പോസിറ്റീവായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. നമ്മുടെ വിപണി ഇപ്പോൾ മൈനസിലാണ്. ഒരുപക്ഷെ താഴ്ന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്ലസിനാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കഴിവതും പൊസിഷനുകളൊക്കെ ഇന്ന് എടുക്കുന്ന പൊസിഷനുകൾ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുക. 2-3 ദിവസം അവധി